കൊല ആ സമയത്ത് എടുക്കാം. താളിച്ചത് മരിച്ചിട്ട് സ്മെല്ലായിരിക്കും. എൻ്റെ ഉരുളക്കിഴങ്ങ് മുട്ടക്കറി തയ്യാറ്. എല്ലാവരും വെച്ചോക്കെ. എല്ലാവരും ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻ്റ് ഇടുക, ലൈക്ക് ഇടുക. അപ്പോൾ നമുക്കിന്ന് മുട്ടയും ഉരുളക്കിഴങ്ങും വെച്ചിട്ട് വറുത്തരച്ച കറി വെക്കാം. അപ്പോൾ ഞാനതെങ്ങനെയാണ് വെക്കാൻ എല്ലാവർക്കും അറിയായിരിക്കും. അറിയാത്തവർ ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ കറി വെച്ചാൽ കേട്ടോ. ഇപ്പോൾ 2 ഉരുളക്കിഴങ്ങ്, ഒരു 1/4 കിലോനുണ്ട്, 4 മുട്ട. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് കറി എങ്ങനെയാണ് വെക്കണമെന്ന് നോക്കാം. എല്ലാവരും എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലടി ലൈക്ക് അടിക്കണം. എല്ലാവരുടെ സപ്പോർട്ട് ഉണ്ടാവണം കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് വെക്കണം നോക്കാം. നമുക്കിതൊന്ന് പുഴുങ്ങാൻ എടുക്കാം കേട്ടോ, എന്നിട്ട് നമുക്ക് കാണിച്ചു തരാം. അപ്പോൾ ഞാനതിന് വേണ്ടി 4 മുട്ട അത് പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. നല്ലോണം വേവണം കേട്ടോ. അതിൽ ഉരുളക്കിഴങ്ങ്, ഇത് ഉരുളക്കിഴങ്ങ് 2 പീസ് 1/4 കിലോനാണിത്. അപ്പോൾ ഇത് പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലൊരു ഇത്തിരി മഞ്ഞൾപ്പൊടി, ഇത്തിരി ഉപ്പൊടി ഇടണം. ഇതിട്ട് ഇത്തിരി പൊടി ഇടാം. നല്ല സ്വാദിഷ്ടമായ കറിയാണ് കേട്ടോ. ഇപ്പോൾ ഒരിത്തിരി മഞ്ഞൾപ്പൊടി, അതായത് മഞ്ഞൾ കളർ പിടിക്കേ. ഇതൊന്ന് ഇവിടെ കിടന്ന് വേവട്ടെ. അധികം വേവണ്ട കേട്ടോ, പകുതി ഒന്ന് വെന്താൽ മതി. ഇതിങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ മുട്ട വെച്ചിട്ടുണ്ട്. തേങ്ങ വറുക്കാൻ പറ്റുന്ന തേങ്ങയിലേക്ക് ഉള്ളി ഇട്ടിട്ടുണ്ട്, പച്ചമുളക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇട്ടിട്ട് വറക്കലാണ്. ഇനി ഇത് പകുതി മുപ്പായിരം. ഇനി ഇതിലേക്ക് നമുക്ക് മസാലയൊക്കെ ഇടാം. ഇത് തേങ്ങ പകുതി വറുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു നുള്ളുപ്പിടാം കേട്ടോ, ഒരു നുള്ളുപ്പിടാം. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂണ് ഗരം മസാലപ്പൊടി, ചിക്കത്തിൻ്റെ ഇച്ചിരി പൊടി, ചിക്കൻ ഇതാ നല്ല രസത്തിനാണ് പറഞ്ഞാൽ. പിന്നെ മല്ലിപ്പൊടി ഒരു 3, 3.5 കയ്യിൽ കേട്ടോ. 3.5 കയ്യിലും മല്ലിപ്പൊടി. കൂടിപ്പോയാലും കുറഞ്ഞു പോയാലും കളർ മാറും. അതനുസരിച്ച് തന്നെ നോക്കിയിടണം കേട്ടോ. ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി ഇത്ര മതി. ഇത് നമുക്ക് ഇതൊക്കെ ഒന്ന് വറുക്കാം. ഇത് നല്ലോണം വറുക്കണം. നല്ലോണം വറുത്തിട്ട് നല്ലോണം ആവി വരണം കേട്ടോ. ഈ കറി ഇതേപോലെ ഒന്ന് വെച്ചിട്ട് എനിക്ക് എല്ലാവരും അഭിപ്രായം പെടണം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ എല്ലാവരും കറിയിലും ഒരുപാട് ചേരുവകളുണ്ടാവും. ഒരുപാട് ചേരുവകളുണ്ടാവും. നമുക്ക് അങ്ങോട്ടേക്കൊന്നും കയ്യെത്തി പിടിക്കാനും സാധാരണക്കാർക്കൊന്നും പറ്റൂല. ഇത്രയും സാധനങ്ങളൊക്കെ ഈ വിലക്കുറത്തൊക്കെ നമുക്ക് വാങ്ങിക്കണ്ടേ. അപ്പം നമുക്ക് കുറച്ച് സാധനങ്ങൾ കൊണ്ട് അതിരുചിയായ കറി, നല്ല ടേസ്റ്റുള്ള കറി നമുക്കത് ഉണ്ടാക്കണ്ടേ. അപ്പോൾ എൻ്റെ ചേരുവകൾക്കൊക്കെ സാധനങ്ങൾ കുറവാണ്. ഞാൻ അങ്ങനെ ഇടുള്ളൂ. ഒരുപാട് ഇഞ്ചി, വെളുത്തു അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അത്ര എനിക്ക് താല്പര്യമില്ല. അതിനെ ഇട്ടാൽ അത്ര എനിക്കത് ഇതില്ല. പക്ഷേ എൻ്റെ കറിക്ക് ഇതാണ് ടേസ്റ്റ്. എൻ്റെ പിള്ളേർക്കും വീട്ടിലെല്ലാവർക്കും ഇതാണ് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഇതേപോലെയൊക്കെ നമുക്ക് നോക്കണം. അപ്പോൾ ഇത് വറവ് വേണ്ട. വറവിൻ്റെ അളവ് എന്ന് വെച്ചാൽ മസാല കൂട്ടുകൾ ഇതാക്കിയിടാം. ഇനിയിപ്പോൾ ഈ തേങ്ങ ഇതിപ്പോൾ ഒരു മുറിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ തേങ്ങ എടുക്കുന്നതിൻ്റെ അനുസരിച്ച് മസാലകൾ ഇടാം. ഉള്ളിയിലിട്ടിട്ടുണ്ട്. ചെറുതാക്കി അരിഞ്ഞിട്ടേക്കണേന് ഞാൻ അരക്കുമ്പോൾ അതിൽ കൂടെ അരിഞ്ഞ് വയ്ക്കും. ഈ ഉള്ളി ഇട്ടിട്ട് വറക്കണം എന്ന് പറഞ്ഞാൽ എന്താണ്, കറി വെക്കുമ്പോൾ എണ്ണ തെളിഞ്ഞ് നിൽക്കും. അത് എണ്ണ അല്ല, അത് ആ ഉള്ളിൻ്റെ പവറാണത്. അപ്പോൾ ഇത് ആവി വന്നുണ്ട് കണ്ടോ.
ആവി വരുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ കണക്ക്. ഇനി നമുക്കിത് ചൂടാറാൻ വെക്കാം എന്നിട്ട്. അപ്പോൾ എൻ്റെ പാത്രങ്ങളും കയ്യിലൊക്കെ ഇതൊക്കെ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് എല്ലാം വാങ്ങിക്കണം. നല്ല നല്ല വലിയ വലിയ ഐറ്റംസൊക്കെ വെക്കണം. അതിന് പാത്രങ്ങളൊന്നും ഇല്ല. അത് ചെറിയ ചെറിയ ഇതൊക്കെയാണ് ഈ കാണിക്കുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് പാത്രങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് നമുക്ക് വലിയ വലിയ നല്ല പലഹാരങ്ങളും മറ്റുള്ളതൊക്കെ കാണിക്കാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ തൽക്കാലം ഇങ്ങനെ പോട്ടെ. അതുകൊണ്ട് എല്ലാവരും എനിക്ക് സപ്പോർട്ട് ഉണ്ടാവണം. എന്നിട്ട് അതിപ്പോൾ ആവി വന്ന് ഞാനിത് തീ ഓഫ് ചെയ്യുന്നു, ഫ്ലെയിം ഓഫ് ചെയ്യണം കേട്ടോ. മസാല ഞാൻ അരച്ചിട്ടുണ്ട് കേട്ടോ. കളറുണ്ട്, മസാല അരച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് നമുക്ക് 2 പച്ചമുളക് 4 വെച്ച് കീറിയത് കേട്ടോ. പച്ചമുളക് അതിലേക്ക് 2-3 വേപ്പില. ഇനി ഇതിലേക്ക് ഉരുളക്കിഴങ്ങ് ഉപ്പും മഞ്ഞളും ഇട്ടിട്ട് വേവിച്ചതാണ്. പകുതി വേവുള്ളൂ, പകുതി ആയിട്ടുള്ളൂ. അധികം വേവരുത് കേട്ടോ. ഈ മസാലയിലൊന്ന് കിടക്കണം. ഉരുളക്കിഴങ്ങ് വേവിച്ചാണ്. മുട്ട വെന്ത് കിടക്കുന്നുണ്ട്. മുട്ട ലാസ്റ്റ് ഇട്ടാൽ മതി. വെളിപ്പം അരച്ചപ്പോൾ നമ്മൾ മസാലയിൽ ഇച്ചിരി ഉപ്പിട്ടിട്ടുണ്ട്, ഉരുളക്കിഴങ്ങിൽ ഇത്തിരി ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് ഇടണം. അപ്പോൾ കറിയിലേക്ക് ഞാൻ ഒരു ഇത്തിരി ഉപ്പ് ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ 5 മിനിറ്റ് കൊണ്ട് നമ്മൾ കറി തിളച്ചിട്ടുണ്ട്. ഞാൻ ഇത് വെള്ളമൊന്നും കൂട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഉരുളക്കിഴങ്ങ് വേവിച്ച ഇത്തിരി വെള്ളമുണ്ട്. ഈ വെള്ളം നമുക്ക് ഇത്തിരി ഒഴിക്കാം. ഇത് വേവിച്ച വെള്ളം ഉണ്ടോ മഞ്ഞളൊക്കെ ഇട്ട്. ഈ വെള്ളം പോലെ ആവുക. അതാണ് ഇങ്ങനെ വെക്കണം. പച്ചമുളക് വേപ്പിലൊക്കെ ഇട്ടതാണ്. നമുക്ക് ഇതിലേക്ക് പുഴുങ്ങി വെച്ച ഉരുളക്കിഴങ്ങിടാം. പകുതി വേവിച്ചാണ്. പെട്ടെന്ന് മസാല പിടിക്കണം. അപ്പോൾ അതിനെ ഇങ്ങനെ ഇട്ടേക്കണം. ഇതിലേക്ക് നമുക്ക് മുട്ട ഇടാം. മുട്ട ഇതാണ് ഉരുളക്കിഴങ്ങും മുട്ടയും കറി. എല്ലാവരും പറഞ്ഞ് വീഡിയോ വിടുന്നപ്പോൾ ഞാനിതിങ്ങനെ വെക്കണേണ്. എല്ലാവരും വെച്ച് വെക്കണം. അറിയുന്നവർക്കെല്ലാം അറിയാൻ പാടില്ലാത്തവർക്ക് കേട്ടോ. ഉരുളക്കിഴങ്ങ് പകുതി വേവായിട്ടുണ്ട്. ആ പകുതി വേവിൽ വെക്കട്ടെ. ഇങ്ങനെ കമത്തി നമ്മൾ പകുതി വെക്കുമ്പോഴേ മസാലയൊക്കെ ഇതിലോട്ടേക്ക് കയറും. അരപ്പിൻ്റെ കുറച്ച് വെള്ളമുണ്ട്. അരച്ചതിന് കുറച്ച് വെള്ളമുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് തിളക്കട്ടെ. അതിന് കയ്യിലിടരുത് കേട്ടോ. തിളക്കട്ടെ. മൂടി വെക്കാം കേട്ടോ. ഒരു 2 സെക്കൻഡ് മതി. തുറക്കാം. 2 മിനിറ്റായി. ഇപ്പോൾ ഉരുളക്കിഴങ്ങ് മുട്ട വെന്തിട്ടുണ്ടാവും കേട്ടോ. മുട്ട വെന്തതാണ്. ഉരുളക്കിഴങ്ങ് പകുതി വേവിച്ചാണ്. നമുക്കൊരു ഉരുളക്കിഴങ്ങ് വെന്താന്ന് നോക്കാം കേട്ടോ. വെന്തിട്ടുണ്ട്. വെന്താലേ കലങ്ങി പോവല്ലോ. നമുക്ക് മുട്ട ഉരുളക്കിഴങ്ങ് നമുക്കിതൊന്ന് താളിക്കാം കേട്ടോ. എല്ലാവരും വെച്ച് നോക്കണം. മുട്ട നല്ല ടേസ്റ്റാണ്. കറിക്ക്, നാസ്തക്ക് ചോറിന്, പിന്നെ നമുക്ക് പല നാസ്തക്ക് ഇടിയപ്പം, പുട്ട്, വെള്ളപ്പം, എന്ത് കറിക്ക് എന്തിനു വേണമെങ്കിൽ നമുക്ക് കറി ഉപയോഗിക്കാം. നല്ല ടേസ്റ്റാണ്. വെച്ച് നോക്കണം, രുചിച്ച് നോക്കാം. അപ്പോൾ മസാലയിൽ ഇത്തിരി ഉപ്പിട്ടിട്ടുണ്ട്. ഉരുളക്കിഴങ്ങിൽ ഉപ്പിട്ട്, അരച്ചപ്പോൾ ഉപ്പിട്ട്. അപ്പോൾ നമുക്കിനി ഉപ്പൊന്ന് നോക്കിയേക്കാം. ഓക്കെ. വെച്ചിട്ട് എല്ലാവരും കമൻറ്റ് ഇടണോട്ടെ. എല്ലാവരും ഇതേപോലെ ഒന്ന് വെച്ച് നോക്കണം കേട്ടോ. എല്ലാവരും ഇതേപോലെ വെച്ച് സന്തോഷം. എന്നിട്ട് ഇതേപോലെ വെച്ച് നോക്കണം. നല്ല ടേസ്റ്റാണ് ഉരുളക്കിഴങ്ങ്.
എൻ്റെ ഫേവറേറ്റാണ് കേട്ടോ. എൻ്റെ സ്വന്തം കറിയാണിത്. അത് താളിക്കാൻ ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം കേട്ടോ. കുറച്ച് എണ്ണ ചൂടാവട്ടെ. ഞാൻ വേപ്പില ലാസ്റ്റ് ഇടുള്ളൂ. ഒരു 2 മണി കേട്ടോ ഉലുവ. 2 മണി മതി. നമുക്ക് കളിക്കാം. ഇത് മൂത്തിട്ടാ നമുക്ക് എടുക്കാം. അധികം മൂക്കണ്ട. നമുക്കറിയാം. അപ്പോൾ ഇത് ഇളക്കണ്ട, ഇങ്ങനെ തന്നെ കേട്ടല്ലേ മണം ഒക്കെ കേൾക്കും. നമുക്ക് ഇതിലൊരു സാധനം കൂടി ഇടാം. കുറച്ച് മല്ലിച്ചീര കേട്ടോ. അത് നമ്മൾ എപ്പോഴാണ് കറി എടുക്കുമല്ലോ ആ സമയത്ത് എടുക്കാം. താളിച്ചത് മല്ലിച്ചീര സ്മെല്ലായിരിക്കും. എൻ്റെ ഉരുളക്കിഴങ്ങ് മുട്ടക്കറി തയ്യാറ്. എല്ലാവരും വെച്ചോക്കെ. എല്ലാവരും ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻ്റ് ഇടുക, ലൈക്ക് അടിക്കണം. ഓക്കേ.